സത്യം പറഞ്ഞാൽ എനിക്ക് ട്രാവലിംഗ് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. ഞാനിങ്ങനെ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ വളരെ ബുദ്ധിമുട്ടി, കാലൊന്നും എടുത്ത് ഞാൻ എന്നിട്ട് അവസാനം പുള്ളിയോട് ചോദിച്ചു, ഞാൻ ഇനി ഇതിൻ്റെ കാലിൽ കാലെ ചവിട്ടി കയറാൻ പറ്റത്തില്ല. ബ്രെഡിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യും. എന്നിട്ട് അത് ചുരുട്ടിയിട്ട് അത് ഫ്രൈ ചെയ്യും. ഭയങ്കര ഒടുക്കത്തെ ടേസ്റ്റാണ്. പക്ഷേ ട്രെയിനിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണോ? ട്രെയിനിൽ നിന്ന് മേടിക്കണം. നമസ്കാരം. നല്ല വ്യത്യസ്തമായ രുചികൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ആകർഷണം തരും, നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുത്തും. അതുപോലെ വളരെ വ്യത്യസ്തമായ റോളുകൾ ചെയ്ത് വളരെ വ്യത്യസ്തമായ അഭിനയത്തോടു കൂടി വളരെ നല്ലൊരു പുഞ്ചിരിയോടുകൂടിയാണ് നമ്മുടെ കൂടെ സൈജു ഗ്രൂപ്പാണുള്ളത്. സൈജു, നമസ്കാരം. നമസ്കാരം. സൈജുവിൻ്റെ റോൾസ് എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ സൈജുവിൻ്റെ അഭിനയവും വളരെ വ്യത്യസ്തമാണ്. ഒരു പവർ ഷോ ഒന്നുമില്ല, മിക്കവാറും ഒന്നുമില്ല. എന്നാൽ ആൾക്കാർക്ക് വളരെ കണക്റ്റഡ് ആവുന്ന പല ക്യാരക്ടേഴ്സും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ക്യാരക്ടേഴ്സ്, അതിനകത്ത് ചിലതിനകത്ത് ഒരു സ്വല്പം ജലസിയൊക്കെ കൂടി കളഞ്ഞു വരുന്നത്. ഈ പുതിയൊരു സിനിമ വരുന്നില്ലേ, അഭിലാഷം. അതിൽ അഭിലാഷം എന്നാണോ പേര്? അഭിലാഷ് കുമാർ. അഭിലാഷം എന്നുള്ള പേര് ഞങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഫുഡ് ആൻഡ് ട്രാവലിൽ നമ്മുടെ വീഡിയോസിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുടെ പേരും അഭിലാഷം എന്നാണ്. നമ്മുടെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന അഭിലാഷം. അപ്പോൾ ഈ അഭിലാഷത്തിന്റെ ട്രെയിലർ കണ്ടായിരുന്നു. അതിനകത്ത് ഒരു സ്വല്പം കുശുമ്പ് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നത് കണ്ടു. അത് ആ ട്രെയിലറിന് അങ്ങനെ ഫീൽ ചെയ്തു. ശരിയാണോ? ഒരു ചെറിയ ഒരു സാധാരണക്കാരനാണ്. അതെ. ഈ സാധാരണക്കാരുടെ ഏതൊക്കെ ഇമോഷൻസ് ഉണ്ട് അതൊക്കെ മിക്കവാറും എൻ്റെ കഥാപാത്രങ്ങളിൽ അതൊക്കെ വന്നു പോകാറുണ്ട്. എത്ര നന്മയുള്ള ആളായിട്ട് അഭിനയിച്ചാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ ജലസിയോ അസൂയയോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ ദേഷ്യമോ ഇതൊക്കെ എൻ്റെ കഥാപാത്രങ്ങൾ വന്നു പോകാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ അഭിലാഷ് എന്ന് പറയുന്നത് അയാൾ ഹൈലി റൊമാൻറ്റിക് ആണ്. അയാൾക്ക് ഭയങ്കര പ്രണയമാണ് ഈ ഷെറിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പം ആരെങ്കിലുമൊക്കെ ഇപ്പം വീട്ടുകാരാവാം, രണ്ട് റിലിജനാണ്. അതെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇനിയിപ്പം വീട്ടുകാരാണ് എതിർപ്പെങ്കിൽ വീട്ടുകാരോട് ഈ പറഞ്ഞ പോലെ അസൂയയും ദേഷ്യവും ഇറിറ്റേഷനൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു കഥാപാത്രം. പക്ഷേ ഈസ് എ വെരി നൈസ് പേഴ്സൺ. ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ അല്ലെങ്കിൽ പാട്ട് നമ്മൾ കണ്ട പോലെ ഹൈലി റൊമാൻറ്റിക് ആണ് അയാൾ. അതെ. ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ ഇമോഷൻസും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി, ഒരു കഥാപാത്രം. അതല്ലേ? അതെ അതെ. ഈ മയൂകം അതാണ് ഫസ്റ്റ് സിനിമ അല്ലേ? അത് മുതൽ അഭിലാഷം വരെയുള്ള യാത്ര. അതിൻ്റെ ഇടയ്ക്ക് കുറേയേറെ വ്യത്യസ്തമായ റോളുകൾ കിട്ടിയിട്ടുണ്ട്. ചിലത് നായക റോള് തന്നെയാണ്, ചിലത് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സാണ്, ചിലത് വളരെ നർമ്മം രസം ഉള്ള റോളുകളാണ്. ഇതിൽ സൈജുവിന് ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? അത് ഉറപ്പായിട്ടും എൻ്റെ ഡെബ്യൂ പടത്തിൻ്റെ തന്നെയാണ് മയൂഖത്തിലെ ക്യാരക്ടർ. അത് ഇപ്പം എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് കുറേ പറയാനുണ്ട്, പക്ഷേ ഇത് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഒന്ന്, എൻ്റെ ഫസ്റ്റ് സിനിമ, ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു സിനിമ. പിന്നെ ഹരിഹരൻ സാറിനെ പോലത്തെ ഒരു ലെജൻഡ് ഡയറക്റ്റ് ചെയ്തൊരു സിനിമ, അദ്ദേഹം തന്നെ എഴുതിയ സിനിമ, മനോഹരമായ പാട്ടുകൾ, അതിൻ്റെ അകത്ത് ലെജൻസായ യേശുദാസ് സർ, MG ശ്രീകുമാർ സർ, ജയേന്ദ്രൻ സർ, ഇവരുടെ മൂന്നുപേരുടെയും പാട്ടുകളുണ്ട്. ദാസ് സാറിൻ്റെയും MG സാറിൻ്റെയും പാട്ട് ആ വോയിസിൽ എനിക്ക് ലിപ്സിങ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമാണ്, നമ്മുടെ തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടുക. പിന്നെ അതിനകത്ത് റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. പിന്നെ അതിനകത്ത് ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഇയാൾ ആൻറ്റി ഹീറോയാണ്, നെഗറ്റീവാണ്, ഗ്രേ ഷെയ്ഡ്സ് ആണ്. സെക്കൻഡ് ഹാഫിലാണ് ഇയാൾ പോസിറ്റീവ് ആവുന്നത്. സോ ഇതെല്ലാം കൂടെ ഫസ്റ്റ് പടത്തിൽ തന്നെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. അതുകൊണ്ട് എന്നും ആ ഉണ്ണിക്കേശവൻ എന്ന് പറഞ്ഞ ആ കഥാപാത്രം അത് ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അപ്പോൾ ഞാനിതൊരു പോസിറ്റീവാണ് ചോദിച്ചത്, മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു റോളാണ്. അതെ. ഈ ഫുഡിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ചില വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഇതിങ്ങനെയല്ല, വേറൊരു രീതിയിൽ ചെയ്യായിരുന്നു എന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോഴാണ്, ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. അതെ. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു റോളിനെ കുറിച്ചോ, ഒരു ചില ക്യാരക്ടേഴ്സ് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് തുടക്ക കാലഘട്ടത്തിലാണ് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് അഭിനയം അറിയില്ലായിരുന്നു. അപ്പോൾ ഈ അഭിനയം പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ നമുക്ക് ആക്ടിങ് സ്കൂൾസ് ഒന്നുമില്ല. ഇന്നിപ്പം നമുക്ക് മുക്കിനുണ്ട്.
അന്ന് ആണെങ്കിൽ ഒന്നിലെ പൂനെ അല്ലെങ്കിൽ ബോംബെയിൽ പോയിട്ട് നമ്മൾ പഠിക്കണം, അതിനുള്ളൊരു സാമ്പത്തികം എനിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ പോയി താമസിക്കണമല്ലോ, അപ്പം കുറച്ച് ഫിനാൻഷ്യൽ എന്താണ് അതെ കൺസ്ട്രെയിൻസ് വരും. അപ്പോൾ ഈ അഭിനയം പഠിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളൊന്നില്ല പ്രാക്ടീസ് ചെയ്യണം മിററിൻ്റെ മുമ്പിൽ. പക്ഷേ അത് നമ്മുടെ ഒരു വളരെ കംഫർട്ട് സോണാണ്. അത് വെച്ചാൽ റൂമിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല, നമ്മൾ കോൺഷ്യസ് അല്ല. അപ്പോൾ എനിക്ക് പടങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ക്യാമറയുടെ മുമ്പിൽ ഒരു സംവിധായകൻ ആക്ഷൻ പറയുമ്പോൾ അപ്പം തുടങ്ങിയിട്ട് കട്ട് വരെ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. അതെ, അതിന് ഞാൻ സിനിമ ചെയ്തേ പറ്റുള്ളായിരുന്നു. അതിന് മാക്സിമം സിനിമ അക്സെപ്റ്റ് ചെയ്തു. അന്ന് വന്ന് പിന്നെ ഒരു സർവൈവലിൻ്റെ ഭാഗമായിരുന്നു വെച്ചാൽ ഞാൻ ജോലി വിട്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഏർണിങ്സും വേണമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ആ പടങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയെങ്കിലും ഇന്ന് ആ പടങ്ങൾ കാരണമാണ് ഇന്ന് സൈജു കുറുപ്പ് അഭിനയം പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സിനിമകളും കൂടെ കാരണമാണ്. എല്ലാം സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരുന്നു. ഓക്കെ, അതെ. അപ്പോൾ ഈ ഇപ്പോഴും പക്ഷേ ആൾക്കാരുടെ ഇടയിൽ ചില റോൾസ്, ചില ക്യാരക്ടേഴ്സ് സൈജുവിൻ്റെ നിറഞ്ഞു നിൽപ്പുണ്ടാവും. അത് അവരുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ട്രിവാൻഡ്രം ലോഡ്ജിലെ ഷിബു, അതെ, അതുപോലെ തന്നെ ആടിലെ അരക്കലബു. ഇത് ഇടയ്ക്കിങ്ങനെ ആൾക്കാരിങ്ങനെ പറയാറുണ്ടോ അതിനെക്കുറിച്ചൊക്കെ? പിന്നെ തീർച്ചയായും ഇപ്പോൾ പറയുന്നുണ്ട്, അതല്ലാതെ പറയാറുണ്ട്. അതായത് ഒരു ദിവസം പോലും ഇല്ല നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെടുമല്ലോ, പലരെയും പരിചയപ്പെടും. അവർ എൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിരിക്കും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് അറക്കലബു തന്നെയാണ്. പിന്നെ മാളികപ്പുറത്തിലെ അജയൻ എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറുണ്ട്. അതുകൂടാണ്ട് വെടിവഴിപാട് സിനിമയെ പറ്റി പറയാറുണ്ട്. ഷിബു വള്ളായിനി ഓഫ്കോഴ്സ് പറയാറുണ്ട്. അതിൻ്റെ ബ്രേക്ക് ആയിരുന്നു VKP ട്രിവാൻഡ്രം ലോഡ്ജ്. പിന്നെ ഒരുപാട് മോസ്റ്റ്ലി നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ 90s കിഡ്സോ അല്ലെങ്കിൽ അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറായിരുന്നു പപ്പൻ എന്ന് പറഞ്ഞ് ഞാൻ 1983 ചെയ്തത്. പക്ഷേ അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ചേട്ടൻ ഫിഗർ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന. അതെ. അപ്പം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാറ്റിംഗ് നമ്മളന്ന് കണ്ടുകൊണ്ടിരുന്നത് അത് ചിലപ്പം ഈ 2010 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2005 കഴിഞ്ഞിട്ട് ജനിച്ച പിള്ളേർക്ക് ചിലപ്പം അത് ലൈവായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റി കാണില്ല. പക്ഷെ അന്ന് ടെണ്ടുൽക്കർ പീക്കിലായിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കാണാൻ, അല്ലെങ്കിൽ വീരേന്ദർ സെവാഗിൻ്റെ ബാറ്റിംഗ് കാണാൻ. അതുപോലെ തന്നെ കപിൽ ദേവിനെ നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പം അത് ചിലപ്പോൾ നോസ്റ്റാൾജിയ ആയിട്ട് അവർക്ക് കണക്ട് ആവില്ലായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ വരുന്നു, അവർക്ക് അതായിരിക്കും നോസ്റ്റാൾജിയ. അതെ, ആ കാലഘട്ടത്തിൽ അവരെക്കാളും പ്രായത്തിന് മൂത്ത ആയ ഒരു പപ്പേട്ടൻ അവർക്കും കാണും ജീവിതത്തിൽ. നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള ഒരാൾ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ. നമ്മളപ്പം ഈ പണ്ട് അങ്ങനെയായിരുന്നല്ലോ, ഇപ്പം നമ്മൾ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ, അതായത് 6 4 ഒക്കെ അടിച്ച്, അപ്പോൾ ടെന്നീസ് ബോൾ ആണല്ലോ കളിച്ചത്. അപ്പോൾ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോടെ ഇദ്ദേഹത്തിനെ കാണുന്നത്. അപ്പം നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇദ്ദേഹം ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിനാണ് മൊത്തം വിവരമുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ സംശയങ്ങളും ക്രിക്കറ്റിനെ പറ്റിയുള്ളതല്ല, ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡിയാസൊക്കെ ചോദിക്കുന്നത് ഇദ്ദേഹത്തിനോടാണ്. കാരണം ഇദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാനാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സ്പോർട്ട് വളരെ ഗംഭീരമായിട്ട് കളിക്കുന്ന ഒരാൾ. അപ്പം അയാൾക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാതുള്ളൊരു ധാരണ നമുക്കുണ്ടാവും. ഒരു ഐക്കോണിക് ഫിഗർ ആയി. അതെ, നമ്മുടെ ഐഡലാണത്. അത് പുള്ളിയൊക്കെ ചോദിക്കും നമ്മൾ. അപ്പോൾ അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ആൾക്കാർ എടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഞാനിങ്ങനെ എപ്പോഴും അസൂയയോടൊക്കെ ഇവിടെ കാണുന്ന കുറേ ആൾക്കാരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ യാത്ര ചെയ്യാൻ, ഓരോ സെറ്റിലും പല സ്ഥലങ്ങളിലായിരിക്കും. അവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടെ, ഞങ്ങളൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നു, അവിടെ പോയി തിരിച്ചിങ്ങി പോരുന്നു. കൂടുതലും ആൾക്കാർ, നമ്മുടെ മലയാളികൾ കൂടുതലും യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്മോൾ അടിച്ചങ്ങോട്ട് പോകും, അവിടെ ചെന്നും സ്മോൾ അടിക്കും, സ്മോൾ അടിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, വീട്ടിൽ വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ യാത്ര പൊതുവെ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ ഓരോ സെറ്റിൽ പോകുന്നു, അത് അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയുന്നു, അവിടെ ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് മിങ്കിളാവുന്നു. അങ്ങനെ കുറേ ഭാഗ്യം കിട്ടിയിട്ടില്ലേ? തീർച്ചയായും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ട്രാവലിംഗ് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. എനിക്കതുകൊണ്ട് എനിക്ക് ഫ്ലൈ ചെയ്ത് പോകാൻ ഇഷ്ടം. അതായത് ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മളവിടെ എത്തുക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കൊച്ചിലെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് നാഗ്പൂരിൽ നിന്ന് എറണാകുളത്തെത്താൻ 36 മണിക്കൂറാണ് ട്രെയിനിലെടുക്കുന്നത്. അച്ഛന് ലേറ്ററാണ് അച്ഛന് AC-യുടെ ടിക്കറ്റ്സ് കിട്ടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഈ സമ്മർ ഹോളിഡേയ്സിനാണ് വന്നുകൊണ്ടിരുന്നത്.
അപ്പം മാർച്ച് ഏപ്രിൽ മിഡൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എക്സാംസ് കഴിയും. പിന്നെ നമുക്കൊരു മെയ് ഒക്കെ ഹോളിഡേ ആണ്. അപ്പോൾ ഈ ഏപ്രിൽ ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ട്രെയിനിൽ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ക്ലാസ്സിലാണ്. ചൂടെന്ന് പറഞ്ഞാൽ യു വോണ്ട് ബിലീവ്, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. ആ ബർത്തിൽ കിടക്കാൻ പറ്റില്ല രാത്രി പോലും. എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക മെറ്റീരിയലാണല്ലോ, പ്ലാസ്റ്റിക്, റെക്സിൻ ടൈപ്പ് എക്സാക്ട്ലി. ഇത് അബ്സോർബ് ചെയ്ത് വയ്ക്കും ഹീറ്റ്, കിടക്കാൻ പറ്റില്ല. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അമ്മയൊക്കെ തോർത്ത് നനച്ചിട്ട് അത് വെച്ചിട്ടാണ്, അങ്ങനെ കിടക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ ചൂട് കാരണം ഒരു രക്ഷയില്ല. അപ്പം ഞാനും ചോദിക്കും എനിക്കും തോർത്ത് നനച്ച് തരാൻ. അത് തരില്ല, എന്ന് വെച്ചാൽ അത് ചെയ്യല്ലെന്നുള്ളത് നമുക്കറിയാം, പനി പിടിച്ചാലോ. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോർത്ത്. അപ്പം ആ യാത്രകൾ ഭയങ്കര ബോറിങ്ങും ഒരുപാട് നമ്മൾ സഹിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അപ്പോൾ ഈ ആന്ധ്രയിൽ കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും ഡെസേർട്ടഡ് ഏരിയയാണ്. അതെ, ആ ചൂടും ഈ ചെറുതായിട്ട് എങ്ങനെ നമ്മളെ ഗ്ലാസ് ഒന്ന് പൊക്കിയാൽ ഈ ചൂട് കാറ്റാണ് വരുന്നത്. അതായത് ഈ തോർത്ത് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി ഈ വിൻഡോയിൽ കെട്ടും. യു വോണ്ട് ബിലീവ് വിത്തിൻ 2-3 മിനിറ്റ്സ് ഇത് ഒന്നാമത് കാറ്റ് കൊണ്ട് പിന്നെ ചൂടുവാണല്ലോ, അതെ, നമുക്ക് ഉണങ്ങി കിട്ടും, നല്ല ഡ്രൈ ആയി കിട്ടും. അത്രയ്ക്ക് ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ട്രാവലിംഗ് ഭയങ്കരമായിട്ട് വെറുത്തതാണ്. ഈ മിക്കവാറും ഞാൻ എൻ്റെ സ്റ്റോറീസിലൊക്കെ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ട്രെയിൻ യാത്ര ഇഷ്ടമാണോ എന്ന്. അതിൽ ഒരു 80-85% ആൾക്കാരും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നൊസ്റ്റാൾജിക് ആണെന്ന് പറയും. അതിനകത്തൊരു 15% നോ എന്ന് പറഞ്ഞ് എഴുതും. അതിലൊരു ക്യാരക്ടറാണ് സൈജു. പക്ഷേ ട്രെയിനിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണോ? ട്രെയിനിൽ നിന്ന് മേടിക്കണം ചില സമയത്ത്. അപ്പോൾ ഈ ഞങ്ങൾക്ക് പിന്നെ 2 ദിവസമൊക്കെ എടുക്കുന്ന കാരണം 1.5 ദിവസം എടുക്കുമല്ലോ. വീട്ടിൽ ചൂടുകാലം കൂടെ ആയത് കാരണം വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ മാക്സിമം കൊണ്ടുവരുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ചീത്തയായി പോകും. അപ്പോൾ പിന്നെ രാത്രിയിലൊക്കെ പിറ്റേ ദിവസം രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രെയിനിലെ ഭക്ഷണമായിരിക്കും. എനിക്ക് പാൻട്രിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വേറെ നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പാസഞ്ചർ ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ അത് പാൻട്രിക്കാരുണ്ടെങ്കിൽ അത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. സാമ്പാറിൻ്റെ എന്തിൻ്റെയൊക്കെ മണമൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സുഖമാണത്. യാത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫുഡിനെ ഒത്തിരി ഇഷ്ടമാണ്. ഫുഡിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏതായാലും നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ യാത്രയെക്കുറിച്ച് സൈജു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട, അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ചാണ് സൈജു പറയുന്നത്. ഇപ്പൊ ചിലർ അന്നേരം AC കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഓക്കെയാണ്, അല്ലേ? ചിലർ അന്നേരം കമന്റ് എഴുതും, ഇവൻ എന്താ ട്രെയിനിന് പോകുന്നത്, സ്വന്തം കാറിലെ അങ്ങനെ ചിന്തിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ ഓരോ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലർക്കും പല രീതിയാണ്, അല്ലേ? ഞാൻ ആക്ച്വലി എനിക്ക് ബൈ റോഡ് പോകുന്നത് ഇഷ്ടമാണ്. ബൈ റോഡ് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടിടത്ത് നിർത്താം, അതെ, അല്ലേ? നമ്മുടേതായ ഫ്രീഡം ഉണ്ട്. ഇപ്പൊ എനിക്കൊരു ബസ്സാണെങ്കിൽ, വോൾവോ ബസ്സാണെങ്കിൽ അതിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഒരേ പ്രോബ്ലം ഇപ്പൊ നമ്മൾ പറയുന്നിടത്തുനിന്ന് ഒരു നിർത്തൂല, അവർക്കൊരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്, അവിടെ ഒരു ബ്രേക്ക് ചെയ്യുള്ളൂ. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ബസ് യാത്രയാണ് ഈ സൈജു പറഞ്ഞ പോലെ തന്നെ എനിക്കുള്ള ഫീല്. കാരണം പണ്ട് ബാംഗ്ലൂർ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 2 to 3 months. അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം എൻ്റെ മനസ്സിലുണ്ടാവും വാഷ്റൂം പോകാനായിട്ട് തോന്നരുത്. എപ്പം മനസ്സിൽ തോന്നുന്നോ വാഷ്റൂം പോകാൻ തോന്നരുത്, അന്നേരം മുതൽ തോന്നണം. പിന്നെ ഇവർ നിർത്തുന്നിടത്തല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് നമുക്ക് എല്ലാവർക്കും വരുന്ന ചില നെഗറ്റീവ് എക്സ്പീരിയൻസസ്. പക്ഷേ ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫുഡ് ഇപ്പം നാഗ്പൂരിൽ മഹാരാഷ്ട്രൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പല സെറ്റിലും ഫുഡ് കഴിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ തനതായ രുചികൾ കഴിച്ചിട്ടുണ്ട്. ഏതാണ് പെട്ടെന്ന് മനസ്സിലായി? ഇപ്പം നമുക്ക് എപ്പോഴും ഒരേ രുചിയോട് താല്പര്യം തോന്നണമെന്നില്ല, അത് ഓരോ മൂഡ് അനുസരിച്ചാണ്. ഇപ്പം ഏത് രുചി കിട്ടിയാൽ കഴിക്കാനായിട്ടാണ് തോന്നുന്നത്? പെട്ടെന്ന് എന്നോട് ഏത് സമയം ചോദിച്ചാലും എനിക്ക് മീൻകറിയും ചോറും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി, അതാണ് അൾട്ടിമേറ്റ്. എൻ്റെ ഏത് മീൻകറി? നമ്മുടെ കുടംപുളി ഇട്ട മീൻകറി? ഏത് മീൻകറിയായാലും. ഇപ്പം അമ്മ തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കി, അതത്ര സ്പൈസി അല്ല. മത്തി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് അതുണ്ടാക്കാറുണ്ട്. പിന്നെ കുടംപുളി ഇട്ടത് സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാക്കാറുണ്ട്. ഏത് ടൈപ്പ് മീൻകറി ആയാൽ മതി, കിട്ടിയാൽ മതി. മീൻകറി ആയാൽ അടിപൊളിയാണ്. എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചില സീ ഫുഡ് എനിക്ക് അലർജിയാണ്. ഞാൻ പിന്നെ അത് കഴിച്ചു നോക്കിയിട്ടില്ല. ഞാൻ എയർടെല്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുമരകത്ത് ഒരു റിസോർട്ടിൽ പോയിട്ട് അന്ന് കുറേ സീ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സീ ഫുഡ് അതിനു മുമ്പ് അങ്ങനെ കഴിച്ചിട്ടില്ല. അന്ന് സീ ഫുഡിൻ്റെ പ്ലാറ്റർ ഉണ്ടായിരുന്നു അവിടെ ബുഫേയിൽ. സോ ഞാനതെടുത്ത് കഴിച്ചു. എനിക്ക് രാത്രിയിൽ എനിക്ക് ഗ്രോയിൻസിൽ ഭയങ്കര ഇച്ചിങ് ഉണ്ടായി. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ്, പിറ്റേ ദിവസം പ്രശ്നമൊന്നുമില്ലായിരുന്നു, രാത്രി ഭയങ്കരമായിട്ട് ചൊറിച്ചിലായിരുന്നു. സോ അതന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ആയിരിക്കാം. ഞാൻ അന്നോട്ട് ഞാൻ നിർത്തി. എനിക്കറിയില്ല, ഇപ്പം ഇനി അലർജി നമുക്ക് ജീവിതത്തിൽ എന്ന് വേണമെങ്കിൽ തുടങ്ങാം,
എന്ന് വേണമെങ്കിൽ ഇത് തീരാം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പം ഈ സീ ഫുഡിൽ ഷെൽ ഫിഷസിനായിരിക്കണം അലർജി അറിയില്ല, അത് നോക്കേണ്ടതാണ്. അഭിലാഷ് എന്ന ക്യാരക്ടർ പറഞ്ഞില്ലേ, നമ്മുടെ അഭിലാഷ്, ക്യാമറയുടെ പിന്നിലുള്ള അഭിലാഷ്, അദ്ദേഹത്തിനും ഈ ഷെൽ ഫിഷിന് അലർജിയാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ജസ്റ്റ് കണക്ട്. പുള്ളിക്ക് എന്താണ് അതിൻ്റെ സിംറ്റംസ്? പുള്ളിക്ക് ഇതുപോലെ തന്നെ ഇച്ചി റാഷസ് വരും, ഇച്ചി വരും. അത് കഴിഞ്ഞ് കയ്യിലൊക്കെ ഇങ്ങനെ ഞണ്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ പോലും പുള്ളിയുടെ കയ്യിൽ റാഷസ് വരും. ഞണ്ടാണ് പുള്ളിക്ക് ഇഷ്ടമുള്ള രുചിയാണ് ഞണ്ടിൻ്റെ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞണ്ട് കഴിച്ച് നോക്കേണ്ടതാണ്. ഞണ്ട് ആരെങ്കിലും അതിൻ്റെ അകത്ത് ഫ്ലഷ് ഒക്കെ പൊട്ടിച്ചേരുവാണെങ്കിലും ഓക്കെ, എനിക്ക് പേഷ്യൻസ് ഇല്ല. എനിക്കതുകൊണ്ട് കരിമീൻ വലിയ താല്പര്യമില്ല, ഒരുപാട് മുള്ളുണ്ട്. ഇത് പെറുക്കി പെറുക്കി പതുക്കെ പതുക്കെ കഴിക്കാൻ എനിക്ക് ഏറ്റവും അതുകൊണ്ട് ഇഷ്ടം നെയ്മീൻ, പിന്നെ വറ്റ, ഇങ്ങനത്തുള്ള മീനൊക്കെയാണ് വലിയ വലിയ. അതെ അതെ. അപ്പം ഈ നാഗ്പൂർ ആയിരുന്നപ്പോൾ, നാഗ്പൂർ സമുദ്രം ഇല്ലല്ലോ, നാഗ്പൂരിൽ ഇതൊന്നും കിട്ടില്ല. അവിടെ ഇത് കിട്ടിക്കൊണ്ടിരുന്നത് ഇതാണ് റഹു എന്ന് പറഞ്ഞാൽ. അവിടെ മിക്കവാറും വലിയ റഹു ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് 5 കിലോയുടെ റഹു ഉണ്ട്, വലിയ. അപ്പോൾ എനിക്ക് മീനുകൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഇടയ്ക്ക് കടവന്തറ മാർക്കറ്റിൽ പോകും മീൻ മേടിക്കാൻ വേണ്ടി. അപ്പം അവിടെ പല കടകളും ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഈ മീൻ ഇങ്ങനെ വച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ് അത് കണ്ടോണ്ടിരിക്കാൻ. അവിടെ നാഗ്പൂരും പോകുമായിരുന്നു. നാഗ്പൂരിൽ അച്ഛൻ്റെ കൂടെ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും പോകുമായിരുന്നു. പിന്നെ നമ്മുടെ ജംഗ്ഷനിലൊക്കെ അവിടെ ചെറിയ സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ മീൻ ഫ്രഷാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മീനിനെ വെട്ടിയിട്ട് അതിൻ്റെ ബ്ലഡ് എടുത്തിട്ട് മറ്റേ പീസുകളിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കും. അത് ഈ കൊൽക്കത്തയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഇങ്ങനെ ഒഴിച്ചു വെക്കും. അത് ചിലപ്പോൾ ആ ചുമപ്പ് ഫ്രഷ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. പിന്നെ വല്ലപ്പോഴും ഒക്കെ എനിക്ക് തോന്നുന്നു ബോംബെയിൽ നിന്ന് വരുന്നതായിരുന്നു തോന്നുന്നു, അയിലയും മത്തിയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ എപ്പോഴും കിട്ടില്ല, ഇടയ്ക്കൊക്കെ കിട്ടും. ഈ മഹാരാഷ്ട്രയിലെ രുചി പറഞ്ഞപ്പോഴാണ് അവിടുത്തെ മീനും. അവിടെ ഇങ്ങനെ മഹാരാഷ്ട്ര കൊങ്കൺ സൈഡിൽ മൊത്തമായിട്ട് കിട്ടുന്ന ഒരു വിഭവമാണ് ഫിഷ് റവ ഫ്രൈ. അതിനോടുള്ള താല്പര്യം എങ്ങനെയാണ്? റവ ഫ്രൈ ഞാൻ ഒരു പ്രാവശ്യം അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ ഇപ്പം ഒരു ടേസ്റ്റ് യൂസ്ഡും കൂടെ ആവണമല്ലോ. അതെ. അപ്പോൾ അത് യൂസ്ഡും അല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാനത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് അത്ര വർക്കായിട്ടില്ല. ഇത് തന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ നമ്മൾ ജോധ്പൂർ അവിടെ ഇവിടെയൊക്കെ പോയപ്പോഴത്തേക്കും ഫിഷിൻ്റെ ഐറ്റംസ് കാണാം, ഫിഷ് ഫ്രൈ എന്നൊക്കെ എഴുതി വെച്ച് കാണും. അപ്പോൾ നമ്മുടെ ഓർമ്മ മറ്റേ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ നല്ല രസമുള്ള മസാലയൊക്കെ ഇട്ട് അതിന് വെള്ളം തന്നെ. അപ്പോൾ അതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വിചാരം. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് കൂടുതലും. എന്നിട്ട് കൂടുതലും ബാസയാണ് ഇവർ. മിക്കവാറും ഹോട്ടൽസിലൊക്കെ ബാസയാണല്ലോ ഒരു സട്ടിൽ ടേസ്റ്റ് ആണ് അകത്ത്. അതെ അതെ, ബാസ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിന് മസാലയുടെ രുചികളൊന്നും പിടിക്കത്തില്ല ഈ റവ ഉള്ളതുകൊണ്ട്. അതെ അതെ. അപ്പോൾ ഞാൻ പിന്നെ റവയുടെ ആ കോട്ടിങ് അങ്ങ് പൊളിച്ച് ആ കവറൊക്കെ മാറ്റിയിട്ട് അകത്ത് മീറ്റ് മാത്രമേ കഴിക്കും. അപ്പം ഈ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ, ഈ നാഗ്പൂർ അല്ലാതെ. അതെ. കേരളത്തിൻ്റെ രുചികളിൽ മീൻകറിയും ചോറും പറഞ്ഞു. മറ്റു രുചികളിൽ എനിക്ക് തന്തൂരി ചിക്കൻ വിത്ത് ബട്ടർ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു. തന്തൂരി ചിക്കനും ബട്ടർ ചിക്കനും, അതോ തന്തൂരി റോട്ടി വിത്ത് ബട്ടർ ചിക്കൻ. പിന്നെ അതുകൂടാണ്ട് എനിക്ക് പഞ്ചാബി ദാൽ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചാബി ഡിഷസ് എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ്, റിച്ച് ഡിഷസ്. അതെ അതെ. പിന്നെ ചപ്പാത്തി വിത്ത് സബ്ജി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ഗോബി, അതായത് ആലു ഗോബി. പിന്നെ അമ്മ അവിടെ നോർത്ത് ഇന്ത്യയിൽ ഈ നമ്മുടെ ബ്രിഞ്ചോൾ വെച്ചിട്ട്, വഴുതനങ്ങ വെച്ചിട്ട് ഒരു സബ്ജി ഉണ്ടാക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഒരു സംഭവം വെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ചപ്പാത്തിയുടെ കൂടെ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ചോറിനോട് തരുവാണെങ്കിൽ ചുട്ടിട്ടുള്ള അത് ബൈഗൺ കാ ഭർത്ത 2 രീതിയിലുണ്ടാക്കാം. അത് ചുട്ടിട്ടും ഉണ്ടാക്കാം. ഇത് ഭർത്തയല്ല. ഭർത്ത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിത് ഹോൾ ആണ് എടുക്കുന്നത്. അതെ, ഹോൾ ബ്രിഞ്ചോൾ എടുത്തിട്ട് അതിങ്ങനെ പോറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് മസാല വെച്ചിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് പീസായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കുറച്ച് കാണും. ഞാൻ 11th പഠിക്കുന്ന സമയത്ത് ഈ 12th വേണ്ടിയിട്ടുള്ള ട്യൂഷൻ 11th തുടങ്ങും. 12th ട്യൂഷൻ. അപ്പോൾ സൈക്കിൾ ഓടിച്ചാണ്. അപ്പം എനിക്ക് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് കോളേജിൽ 10 മണിക്ക് എത്തണം. അതിന് മുമ്പായിട്ട് ഞാനൊരു 8:30 ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ അമ്മ ഒരു അടുക്ക് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണും. എൻ്റെ ഓർമ്മയിൽ ഞാനൊരു 18 അതായത് മറ്റേ വലിയതല്ല കേട്ടോ, മനസ്സിലായി, റൊട്ടി നോർമൽ എന്താ ഫുൾ കാ ടൈപ്പ്. എക്സാക്ട്ലി. അപ്പോൾ ഇതൊരു 18 കാണും. ഇത് കുറേ ഈ വഴുതനങ്ങയുടെ സബ്ജിയും കാണും. ഇത് ഒരു 15 മിനിറ്റിൽ ഇരുന്ന് ഞാൻ ഈ 18 തീർക്കും.
പിന്നെ ഇത് തിന്നു കഴിഞ്ഞാൽ ഈ 18 തിന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5 മണിയൊക്കെയാണ് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ ഫുഡുള്ളൂ, ഇടയ്ക്ക് ഫുഡൊന്നുമില്ല. ആവശ്യമില്ല, ഇതങ്ങ് അടിങ്ങി അങ്ങ് കിടക്കുവാണല്ലോ, ഇതിന് ദഹിച്ചു പോകണമല്ലോ, സമയം എടുക്കണം. അതെ അതെ. അപ്പോൾ അത്രയ്ക്ക് കഴിക്കുമായിരുന്നു. നമ്മുടെ പൊറോട്ടയോടുള്ള ഫീൽ എങ്ങനെയാണ്? പൊറോട്ട ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പൊറോട്ട നമ്മുടെ ഇപ്പോൾ നമ്മൾ പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ ബോഡിക്ക് നല്ലതല്ല, നമ്മുടെ വയറിന് നല്ലതല്ല, അപ്പോൾ അത് കാരണം അത് കഴിക്കല്, അതിൻ്റെ ടേസ്റ്റ് നല്ലതല്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ ചിലപ്പം ഈ പറഞ്ഞ പോലെ പൊറോട്ട കാണുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ തോന്നാറുണ്ട്, എങ്കിൽ പോലും ഞാനത് അറ്റംപ്റ്റ് ചെയ്യാറില്ല. ഒട്ടും കഴിക്കത്തില്ല? ഇല്ല, ഞാൻ പൊറോട്ട വിട്ടു. പിന്നെ ഈ പൊറോട്ട കഴിക്കാനുള്ളൊരു ആഗ്രഹം വരുവാണെങ്കിൽ ഇടയ്ക്ക് വീറ്റ് പൊറോട്ടയൊക്കെ കിട്ടുമല്ലോ നമുക്ക്, വീറ്റ് പൊറോട്ട. പക്ഷേ വീറ്റ് പൊറോട്ടയ്ക്ക് മറ്റേ പൊറോട്ടയുടെ ഒരു പരിപാടി ഇല്ല, സുഖം കിട്ടും, ആ സുഖം ഇല്ല. എന്നാലും ഒരു ടെംപ്ടേഷൻ വരുമ്പോൾ നമ്മളൊന്ന് അതിനെ ഒന്ന് ഒതുക്കി നിർത്തും. അതെ അതെ. അപ്പം ഈ നമ്മൾ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഫുഡിന് വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതുപോലെ ഫുഡിയാണ്. ഫുഡിന് വേണ്ടി ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഫുഡ് അവല് നനച്ചതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്നവരുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആക്ച്വലി ഈ ഞാൻ നാഗ്പൂരിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഡബ്ബ എന്നാണല്ലോ പറയുന്നത്. അതെ അതെ. അത് എക്സ്ചേഞ്ച് ചെയ്യൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഇഡലി കൊണ്ടുപോകുന്ന ദിവസം, അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ ഇതിൽ ഒരു പഞ്ചാബി പയ്യനായിരുന്നു ഇരുന്നത്, ആമേഷ് ശങ്കർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ആമേഷ് അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രെഡ് റോൾസ് ഉണ്ട്. ബ്രെഡ് റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രെഡിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യും. എന്നിട്ട് അത് ചുരുട്ടിയിട്ട് അത് ഫ്രൈ ചെയ്യും. ഭയങ്കര ഒടുക്കത്തെ ടേസ്റ്റാണ്. അപ്പം ഇവന്മാർക്ക് ഇഡലി ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മളിത് കഴിച്ച് മടുത്തിരിക്കുകയല്ലേ. അതെ. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കിട്ടിയാൽ നല്ലത്, അപ്പോൾ അവരുടെയും അത് തന്നെയാണ്, ഇത് കിട്ടിയാൽ. അപ്പോൾ നമ്മളങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്, നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ആലു ക പറാഠ. ആലു ക പറാഠ നമുക്ക് ഇപ്പം നമ്മുടെ ഇവിടെ കിട്ടും കേട്ടോ, നമ്മുടെ ബ്രോഡ്വേയിൽ അവിടെ ഒരു ഗുജറാത്തി റെസ്റ്റോറൻറ്റ് ഉണ്ട്, പഞ്ചാബി റെസ്റ്റോറൻറ്റ്, പഞ്ചാബി ഢാബ, അങ്ങനെ എന്തോ അതിൻ്റെ പേര്. അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഗുജറാത്തി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആണല്ലേ? ബ്രോഡ്വേയിൽ തന്നെ അവിടെയും കിട്ടും. ചെറിയൊരു ഞാനിപ്പം കുറേ ആയി അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട്. ഞാൻ രാജസ്ഥാനിൽ 1971 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിന് പോയി. അപ്പോൾ ഞാനവിടെ ഏകദേശം 6-7 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. സോ എവ്രി ഡേ കൊതി തീരെ ഞാൻ രാവിലെ ആലു ക പറാഠയാണ്. അത് വലിയ പറാഠയാണ്, അത് ഒരെണ്ണം മതി, 2 ഓർഡർ ചെയ്യും. ഈ ആക്രാന്തമാണല്ലോ, അത് എപ്പോഴും കിട്ടുന്നതല്ലോ. പക്ഷേ നമുക്ക് 1.5 മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. ബട്ടറൊക്കെ ഇട്ടിട്ട് ബട്ടർ ഞാൻ ഒഴിവാക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൈര്, അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണല്ലോ, തൈരും അച്ചാറും, വേറെ ഒന്നും വേണ്ട. അതും രാജസ്ഥാനി അച്ചാർ. അവിടെ മറ്റേ മുളകിൻ്റെ വലിയ ചുമന്ന മുളകിൻ്റെ അച്ചാർ കിട്ടും, അതിൻ്റെ അകത്ത് ഈ മസാല സ്റ്റഫ് ചെയ്തിട്ടുള്ള. എന്ത് ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു ലസ്സിയും കിട്ടും. അവിടുത്തെ ലസ്സി, അതെ അതെ അതെ, അതൊരു പ്രത്യേക ലസ്സി അടിപൊളിയായിരുന്നു. ഈ രാജസ്ഥാൻ പോയെന്ന് പറഞ്ഞാലേ, അവിടെ പോയിട്ട് വ്യത്യസ്തമായ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റിയോ? ഞാൻ രാജസ്ഥാനിൽ പോയത് സൂരത്ഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട്. അത് ആർമി ക്യാമ്പായിരുന്നു, ഒരു ചെറിയ ടൗൺഷിപ്പാണത്. അതെ. ആ വർഷം ഞാനവിടെ ഉള്ള സമയത്താണ് നമ്മുടെ ഡിമോണിറ്റൈസേഷൻ വരുന്നത്. ഓക്കെ. അപ്പോഴാണ് പെട്ടെന്ന്, അപ്പം 2500 രൂപ ക്യാഷ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ 2500 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ കാശുണ്ടല്ലോ. ഈ ഡിമോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 500 രൂപയ്ക്ക് ഒരു വിലയില്ലാണ്ടായി. അപ്പോൾ നമ്മൾ ഈ 500 രൂപയ്ക്ക് കിട്ടുക, ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് എന്താ കാര്യം, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ സൂരത്ഗഡ് ഒരു ചെറിയ സ്ഥലമായിരുന്നു. അവിടെ എനിക്കൊന്ന് പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഈ നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മൾ എക്സ്പോസ്ഡ് ആണല്ലോ, നമ്മളിപ്പോൾ ഈ യൂട്യൂബൊക്കെ ഉള്ളത് കാരണം നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. സൂരത്ഗഡ് അറിയാമെന്നല്ല, പക്ഷേ രാജസ്ഥാനിലെ റോഡ്സൊക്കെ എങ്ങനെയായിരിക്കും ഒരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് പോകുന്നത്. നമ്മൾ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഭയങ്കര പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ചില അവരുടെ എന്താണ് ടയർ എന്താണ്, ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒട്ടകം ഓടിക്കുന്ന വണ്ടികൾ കാണാം. അപ്പം ഈ ഒട്ടകം അതിനെന്താ പറയണത്, ക്യാമൽ കാർട്ടോ, ക്യാമൽ കാർട്ടിൽ ഒക്കെ കയറാൻ വേണ്ടിയിട്ട്, കറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്.
ഞാനിങ്ങനെ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ വളരെ ബുദ്ധിമുട്ടി, കാലൊന്നും എടുത്ത് ഞാൻ എന്നിട്ട് അവസാനം പുള്ളിയോട് ചോദിച്ചു, ഞാൻ ഇനി ഇതിൻ്റെ കാലിൽ ചവിട്ടിക്കട്ടെ, കാലെ ചവിട്ടി കയറാൻ പറ്റത്തില്ലെന്ന്. ആനയുടെ കാര്യം അതുപോലെ കയറാൻ പറ്റുന്നത് കാല്. പിന്നെ വളരെ ബുദ്ധിമുട്ട്, അന്ന് പാൻസ് ഇച്ചിരി ടൈറ്റും കൂടെ ആയിരുന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു കയറാൻ. അപ്പോൾ പക്ഷേ രാജസ്ഥാനും ഒക്കെ ഒരു ഫീല് തരും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ടല്ലേ യാത്ര ചെയ്യാനും രുചിയാണെങ്കിലും. അത് നമ്മൾ വീണ്ടും അഭിലാഷത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നാലോ. അഭിലാഷത്തിൽ ഇത് എങ്ങനെ ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു മൂവി ആയിട്ടാണോ? ഡെഫിനറ്റ്ലി ഇത് പക്ക റൊമാൻറ്റിക് മൂവിയാണോ? അല്ല, റൊമാൻറ്റിക് മൂവിയാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അതെ അല്ലേ? ആ ഒരു ഇമോഷൻ ഇല്ലാത്ത ആൾക്കാരില്ല. നമ്മൾ ആ ഒരു ഇമോഷനെ പറ്റിയുള്ള സിനിമയാണ്. അതെ, ഒരു 35-36 വയസ്സുകാരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പം കുറേ പേർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും, അപ്പം ഈ ടീനേജേഴ്സിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ടീനേജേഴ്സിന് ഡെഫിനറ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില പ്രണയം അവരുടെ ഉള്ളിലും ഉണ്ടല്ലോ. അതെ, മനുഷ്യരാണെങ്കിൽ പ്രണയമുണ്ട്. അതെ. സോ ഇതിപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ക്ലീൻ യങ്സ്റ്റേഴ്സ് ഫാമിലി എൻ്റർടൈനർ ഫോർ ഓൾ ഓഡിയൻസ്. ഞാൻ യങ്സ്റ്റേഴ്സിന് കൂടെ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലപ്പം ഈ ഫാമിലി മൂവി എന്ന് പറയുമ്പോഴത്തേക്കും യങ്സ്റ്റേഴ്സിന് വന്നപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒന്നും കിട്ടില്ല കണ്ടാൽ. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ദേ വിൽ ഓൾസോ ഗെറ്റ് എൻ്റർടൈൻഡ്. അപ്പോൾ ഈ അഭിലാഷം എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നർമ്മമുണ്ടോ അതിൽ? നർമ്മമുണ്ട്, ഡെഫിനറ്റ്ലി. ജലസി വരുമ്പോൾ എന്തായാലും വേറൊരുത്തൻ വേറെ രീതിയിലുള്ളൊരു നർമ്മം വരും അവിടെ. അതായത് വേറൊരുത്തൻ എരിയുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് നർമ്മമാണ്. അവന് മനസ്സിൽ വേദനയാണെങ്കിലും അല്ലേ, ആ ഒരു സാഡിസം നമ്മുടെ എല്ലാവരുടെയും ആ ഇമോഷനും ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അത് ആ ട്രെയിലറിനകത്ത് ഞാൻ കണ്ടിരുന്നത്, അത് ചെറുതായിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്ത്. പക്ഷേ സൈജു ചെയ്തിട്ടില്ലാത്തൊരു റോള് വേറൊരാൾ ചെയ്തൊരു റോള്, അത് സൈജുവിന് കിട്ടുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്കത് അങ്ങനത്തെ ഏതെങ്കിലും റോൾ മനസ്സിലുണ്ടോ? അങ്ങനത്തെ നിങ്ങൾ ഈ ചോദ്യം, അല്ലെങ്കിൽ എന്നോട് ഇതിനു മുമ്പ് ഒരു 10-12 വർഷം മുമ്പ് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് ഞാനൊരു ലിസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു. കേൾക്കുന്നവർക്ക് ബോറടിക്കുന്ന രീതിയിലുള്ള, സീരിയസ് എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ലിസ്റ്റായിരുന്നു. ആണ്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രീം റോൾ അല്ലെങ്കിൽ ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ലിസ്റ്റ് അന്ന് പറഞ്ഞിരുന്നത് എല്ലാം ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളുടെയും ഉഗ്രനായിട്ട് ആ ആക്ടേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്ത ഇതാണ്. എനിക്ക് ചിലപ്പോൾ അവരുടെ അത്രയൊന്നും നല്ലപോലെ ചെയ്യാൻ പറ്റില്ല. നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ, ഇപ്പോൾ നമുക്ക് വരുന്ന സ്ക്രിപ്റ്റ്സിൽ നമുക്ക് വരുന്ന കഥാപാത്രങ്ങളിൽ ബെസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളതങ്ങ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. അതെ. ഈ ഒരു കഥാപാത്രം റിജക്റ്റ് ചെയ്യാറുണ്ടോ കഥാപാത്രങ്ങളെ? റിജക്റ്റ് ചെയ്യാറുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, ചിലപ്പം നമുക്ക് കഥാപാത്രം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് ചില ഫ്ലേവേഴ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഒരു റിപ്പീറ്റ് വരാതിരിക്കാൻ. ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു അറക്കലബുവിൻ്റെ പോലത്തെ ഫ്ലേവറുള്ളൊരു കഥാപാത്രമാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയാണ്. ഇനിയിപ്പോൾ അധികം അത്ര ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പക്ഷേ ചില സിനിമകൾ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടില്ല. അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സിൻ്റെ വല്ല ഇതുവാണെങ്കിൽ ഓക്കെ, നമുക്ക് പിന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്യാം, നമുക്കത് ചെയ്യാമെന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിലെ ജോണി പെരിങ്ങോട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ പ്രസന്നൻ, തീവണ്ടിയിലെ വിജിത്ത്, ഇങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഷെയ്ഡ്സ് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അത് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ബോൺ ആക്ടറൊന്നുമല്ല. ഞാനും ഇതിൽ നിന്ന് വന്ന് എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ചൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് റിപ്പീറ്റേഷൻസ് ഉണ്ടാവും. മാറ്റം കണ്ടമാനം വരുത്താനായിട്ട് പറ്റില്ല. അങ്ങനെ വരും. ഓക്കെ. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് മുസാഡ് കഫേയിലാണ്. മുസാഡ് കഫേ എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടിൻ്റെ കഫേയാണ്. ഇവിടെ വന്നിട്ട് അതെ, ഡാനിയുടെ കഫേയാണ്. അപ്പോൾ ഇവിടെ വന്ന് ബ്രൊക്കോളി സൂപ്പാണ് നമ്മൾ ആസ്വദിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇവിടെ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. സുഹൃത്തിൻ്റെയാണ്, പക്ഷെ ആദ്യമായിട്ടാണ്. അല്ലാതെ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കുറേ ദിവസമായിട്ട് ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പം ടൈം ഉള്ളതെന്ന് വെച്ചാൽ അഭിലാഷം 29 മാർച്ചിൽ റിലീസാണ്. അപ്പോൾ ഈ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടി വന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ടൈമുണ്ട്, മറ്റ് ഷൂട്ട്സ് എടുക്കാതെ. എക്സാക്ട്ലി. അപ്പോൾ ഇനിയിപ്പം എന്തായാലും നമ്മൾ ഇതൊരു നല്ല തുടക്കമായിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. അതെ. അപ്പം അഭിലാഷം 29-ാം തീയതി ഈ മാസം. അതെ.
ഈദിൻ്റെ റിലീസാണ് അല്ലേ? ഈദ് റിലീസാണ്. അത് ഈദുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഈദുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. പിന്നെ നമ്മളിത് റിലീസ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ഈദ് റിലീസായി പോയെന്നുള്ളൂ. അത് ഒരുമിച്ച് വന്നുള്ളൂ. അതൊരു എന്താണ് കോയിൻസിഡൻസ് ആണ്. ഇത് മലപ്പുറം ബേസ്ഡ് ഒരു രണ്ട് ഫാമിലിയുടെ കഥയാണ്. രണ്ട് ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, പല ഫാമിലീസിൻ്റെ മലപ്പുറം ബേസ്ഡ് ആണ്. കോട്ടക്കൽ ബേസ്ഡ് ആയിട്ടുള്ള. കോട്ടക്കൽ ബേസ്ഡ്. അതെ, നമ്മുടെ സംവിധായകൻ ഷംസു സൈബ കോട്ടക്കലുകാരനാണ്. അപ്പം പുള്ളിക്ക് കുറച്ചുകൂടെ ആ നേറ്റിവിറ്റി അറിയാമല്ലോ, കണക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. അങ്ങനെ അതവിടെ പ്ലേസ് ചെയ്ത് അപ്പം എൻ്റെ കഥാപാത്രം ഒരുപക്ഷെ ചിലപ്പം വേറെ എവിടുന്നെങ്കിലും നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പോയി അവിടെ താമസിച്ച ആൾക്കാരായിരിക്കും. അതിൽ ഷംസുവിനെ പറഞ്ഞ ഷംസുവിൻ്റെ ഈ കഥാപാത്രം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഷംസുവിൻ്റെ പല ഫ്രണ്ട്സുണ്ട്. അവരൊക്കെ പലരും പല സ്ഥലത്തു നിന്ന് വന്നിട്ട് മലപ്പുറം ലാൻഡ് മേടിച്ച് അവിടെ സെറ്റിലായ ആൾക്കാരാണ്. അവരുടെ മക്കളാണ് ഷംസുവിൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഷൂട്ട് നടന്നതൊക്കെ മലപ്പുറത്ത് തന്നെയാണോ? ഷൂട്ടൊക്കെ നടന്നത്? ഷൂട്ട് നടന്നത് കോട്ടയ്ക്കൽ ഷൂട്ട് ചെയ്തു നമ്മൾ. പിന്നെ നിലമ്പൂർ ഷൂട്ട് ചെയ്തു. ഓക്കെ. മുക്കത്തായിരുന്നു മെയിനായിട്ട് ഷൂട്ട്. മുക്കം ആക്ച്വലി കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് ബോർഡറിങ് ആണല്ലോ. അതെ അതെ, രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളായത് കാരണം ആ മലപ്പുറത്തിൻ്റെ ഫ്ലേവർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ മലബാർ, അതെ, മലബാർ ആയിരുന്നു ഷൂട്ടെന്ന് നമുക്ക് വേണേൽ പറയാം. എക്സാക്ട്ലി. അപ്പോൾ മലബാർ രുചികൾ ഏതെങ്കിലും മനസ്സിൽ പെട്ടെന്ന് വരുന്നുണ്ടോ, കഴിക്കണമെന്ന് തോന്നുന്നത്? നമുക്ക് ബിരിയാണി തന്നെയാണ്. ഷംസു ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കണം, ഉമ്മ നന്നായിട്ടുണ്ടാക്കുമെന്ന്. ഇല്ല, പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അത് എന്തായാലും നടക്കില്ല, വീട്ടിൽ പോയി കഴിക്കണം. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഈ പടത്തിൻ്റെ റിലീസൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഷംസുവിൻ്റെ വീട്ടിൽ പോയി കഴിക്കണം. പറഞ്ഞു പറ്റിച്ച പോലെ ആയിപ്പോയി. ഓക്കെ. അപ്പം അഭിലാഷിൻ്റെ പ്രണയത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അല്ലേ? അപ്പം നിങ്ങളും അഭിലാഷിൻ്റെ പ്രണയം ഉറപ്പായിട്ടും പോയി കാണുക. അഭിലാഷം എന്ന സിനിമ 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി റിലീസാണ്. തിയേറ്ററുകളിൽ പോയി കാണുക. അതേപോലെ തന്നെ ഇഷ്ടംപോലെ രുചികളുടെ കഥകൾ, അതേപോലെ കുറച്ച് യാത്രയുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളോടൊപ്പം ഷെയർ ചെയ്തു. പല അഭിനയ എക്സ്പീരിയൻസ് അതുമെല്ലാം ഷൈജു നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ്. അഭിലാഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളും താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ഗോയിങ്. ഹാപ്പി. താങ്ക് യു.